ഇപ്പോൾ കിട്ടിയതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോന ജെറിയും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷൻ. തൃശൂർ സ്വദേശിയായ റാഫേൽ തട്ടിൽ 2018 മുതൽ ഷംഷാബാദ് ബിഷപ്പായിരുന്നു. മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ ചേർന്ന സിനഡാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത്. സിറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി ഷംഷാബാദ് രൂപതയുടെ മെത്രാനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്തും തൃശ്ശൂരിലെ മാർ റാഫേൽ തട്ടിലിന്റെ തറവാട്ട് വീട്ടിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. ആദ്യം ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, സിനഡ് യോഗത്തിലെ വോട്ടെടുപ്പിനിടയിൽ ഉയർന്നു കേട്ട പേരുകളല്ല ഒടുവിൽ പ്രഖ്യാപനം വരുമ്പോൾ മാർ റാഫേൽ തട്ടിലാണ് ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സഭാജീവിതം, വൈദിക വൃത്തി എങ്ങനെയായിരുന്നു? ഈ സിനഡ് നടക്കുന്ന ഘട്ടത്തിൽ പല തവണകളായി പറഞ്ഞു കേട്ട പേര് മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാർ ജോസഫ് കല്ലറങ്ങാട്ട് തുടങ്ങിയവരുടെ പേരുകളൊക്കെയായിരുന്നു പറഞ്ഞു കേട്ടത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഷംഷാബാദ് രൂപതയുടെ അധ്യക്ഷൻ കൂടിയായ മാർ റാഫേൽ തട്ടിലിന്റെ പേര് ഒടുവിൽ എത്തിച്ചേരുകയായിരുന്നു. വത്തിക്കാന്റെ അനുമതി കൂടി കിട്ടിയതോടെയാണ് ഇന്ന് വൈകിട്ട് 4:30 വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹത്തിന്റെ മാർ റാഫേൽ തട്ടിലിനെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം നാളെ നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലേക്കും പോയാൽ 1956 ഏപ്രിൽ 21 തൃശ്ശൂരിലാണ് അദ്ദേഹത്തിന്റെ ജനനം. തൃശ്ശൂർ സെന്റ് തോമസ് കോളേജ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ തട്ടിൽ 1900 മുന്തിരിശ്ശേരിയുടെ ശാഖയിലെ കർത്താവ് പല പ്രാവശ്യം പറയുന്നു, ചേർന്ന് നിൽക്കുക, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുത്തും. എന്തെങ്കിലും നമുക്ക് കുറവുകളുണ്ടെങ്കിൽ അത് ചേർന്ന് നിൽക്കാത്തതിൻ്റെ കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ചേർന്ന് നിൽക്കാൻ എന്നാൽ പറ്റാവുന്ന വിധത്തിലല്ല ഞാൻ. മലബാർ സഭ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊരു അതിജീവിക്കുവാൻ അതിലൊരു ആത്മവിശ്വാസം പിതാവിന് എത്രത്തോളം? എനിക്ക് പ്രതിസന്ധികളെ കുറിച്ചിട്ട് പറയാനുള്ളത് അത് ചക്രവാളങ്ങളാണ്. ഒരു പ്രതിസന്ധിയും അവസാനമല്ല. എല്ലാ പ്രതിസന്ധികളും ചക്രവാളങ്ങളാണ്. ഒരു സൂര്യോദയമാണത്. അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു പുതിയ ഉദയം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പ്. അതാണ് എൻ്റെ മനസ്സിലുള്ള സ്വപ്നം. കുർബാന തർക്കത്തെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു അഭിപ്രായം ഒന്നിച്ചും പറയുന്നില്ല. എല്ലാവരും കേട്ട ശേഷം എങ്ങനെയാണ് നമുക്കതിലൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? സമവായമല്ല, സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ഏത് സാധ്യതകളാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പോൾ ഒരു നല്ല സന്ദർഭമാണ്. ഒരുപാട് സമയം നമുക്കിനിയുണ്ട്. എല്ലാവരും കേൾക്കേണ്ടതുണ്ട്. ഞാനെപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, ആരെയും കേൾക്കാതെ നമ്മളൊരു വിധി പറയുന്നത് ശരിയല്ല. ലിസണിങ് ആൻഡ് ഐ ഹാവ് ടു ലേൺ എ ലോട്ട്. അത് പുതിയൊരു ഭരണ സംവിധാനം അത് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. എനിക്കിപ്പോൾ 2 സഹായ മെത്രാന്മാരുണ്ട്. അതിൽ ചില സംവിധാനങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ സിനഡ് തുടരാണല്ലോ. അപ്പോൾ അതിൻ്റെ അവരുടെയും കൂടെ ആലോചന സ്വീകരിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിർണായകമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങൾക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പ്രഖ്യാപനങ്ങൾ എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്ന പ്രതിവിധികളെ കുറിച്ചിട്ടൊക്കെയാണ്. ഇപ്പം ഞാൻ പോകുന്നു, അവിടെ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഞാൻ പറയട്ടെ, ഉള്ളിടത്ത് വെച്ച് നമുക്കെല്ലാം ഭംഗിയാക്കുക. അതല്ലാണ്ട് ഞാനിപ്പോൾ എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നല്ലല്ലോ നടക്കുന്നത്. എല്ലാം ശരിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അടച്ചു കിടക്കാൻ പാടില്ല, എല്ലാം തുറക്കേണ്ടതാണ്. അതായത് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു പുതിയ സ്ഥാനം ഏറ്റെടുത്തു. ഞാൻ ഹൈദരാബാദിലാണ്. ഞാൻ ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. വാട്സപ്പിലൊക്കെ ഉള്ള ന്യൂസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും കേട്ട ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എല്ലാവരും കേട്ട ശേഷം ഞാൻ തീരുമാനിക്കും. താങ്ക് യു. നിങ്ങളെല്ലാവരും സഹകരിച്ചതിന് ഒരുപാട് നിങ്ങളുടെയൊക്കെ സഹകരണം ആവശ്യമാണ്. സിറോ മലബാർ സഭയുടെ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ഇപ്പോൾ പ്രതികരിച്ചത്. സഭയിലെ കുർബാന തർക്കത്തിൽ ഉൾപ്പെടെ എല്ലാവരുടെയും അഭിപ്രായം കേട്ട് ഒരു യോജിച്ച തീരുമാനം യോജിച്ചു കൊണ്ടുപോകാൻ കഴിയും, എല്ലാവരെയും ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്,
ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യവും അതുതന്നെയായിരുന്നു. ഈ നിയുക്ത ആർച്ച് ബിഷപ്പിന്റെ മുന്നിലുള്ള വെല്ലുവിളിയും ഈ കുർബാന തർക്കം പരിഹരിക്കുകയും പ്രധാന പള്ളികൾ തുറക്കുകയും ഒക്കെയല്ലേ? നാളെ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഈ മേജർ ആർച്ച് ബിഷപ്പിനെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കുർബാന തർക്കത്തിനുള്ള പരിഹാരം തന്നെയാണ്. സിനഡ് അംഗീകരിച്ച, വത്തിക്കാൻ അംഗീകരിച്ച ഏകീകൃത കുർബാന അത് നടപ്പിലാക്കാൻ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ചില പള്ളികൾ ഇനിയും തുറന്ന് ഈ കുർബാന അർപ്പിക്കാൻ, ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിന് തടസ്സം നേരിടുന്നുണ്ട്. സിനഡ് അംഗീകരിച്ച കുർബാന അർപ്പിക്കാൻ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഇവിടെ ബസലിക്ക പള്ളി അടക്കം അത്തരത്തിൽ ഒന്നാണ്. ആ പള്ളി അടക്കം തുറക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തേണ്ടതുണ്ട്. വിട്ടുവീഴ്ചകൾക്ക് എല്ലാവരും തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കടുത്ത നിലപാടിലേക്ക് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് പോകുമോ, അതോ വിട്ടുവീഴ്ചയ്ക്ക് ചർച്ചകൾക്ക് അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം കുറച്ചുകൂടി അയഞ്ഞ നിലപാട് ചർച്ചകളും സംവാദങ്ങളിലേക്കും കടക്കുന്ന പക്ഷം ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ജനാഭിമുഖ കുർബാനയെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. അവരുടെ ഭാഗം കൂടി ഈ വിഷയത്തിൽ കേൾക്കേണ്ടതുണ്ട്. പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ചുമതലയേറ്റെടുത്ത പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇപ്പോൾ നിന്നുപോയ ചർച്ചകൾ വീണ്ടും തുടങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചർച്ചകൾക്ക് കളമൊരുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. സംവാദത്തിലൂടെ, ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നാളെയാണ് സ്ഥാനാരോഹണം നടക്കാൻ പോകുന്നത്. ശരി ശ്രീകാന്ത്, ഏതായാലും കുർബാന തർക്ക വിഷയത്തിൽ സമവായമല്ല, സാധ്യതകളാണ് ഒരുപാടുള്ളത് എന്നതായിരുന്നു മാർ റാഫേൽ തട്ടിൽ ഇപ്പോൾ പ്രതികരിച്ചത്. ഏതായാലും ആ വിഷയത്തിൽ ഒരു യോജിച്ച തീരുമാനമുണ്ടാക്കാം, ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തത്. ഇനി തൃശ്ശൂരിലെ മാർ റാഫേൽ തട്ടിലിന്റെ വീട്ടിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, ഹൈദരാബാദാണ് അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം ഇപ്പോൾ, പക്ഷേ ജന്മനാട് ഈ പുതിയ നിയോഗത്തെ എങ്ങനെയാണ് അത് കാണുന്നത്? പ്രതികരണങ്ങൾ. ഗൂഗിൾ എന്തായാലും സിറോ മലബാർ സഭയ്ക്ക് പുതിയ അധ്യക്ഷനെ കിട്ടുമ്പോൾ തൃശ്ശൂർ എന്ന നാട് കൂടി വലിയ സന്തോഷത്തിലാണ്. കാരണം അദ്ദേഹം ജനിച്ചു വളർന്ന നാട് കൂടിയാണ് തൃശ്ശൂർ. അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തൃശ്ശൂരിലെ തന്നെ പ്രധാനപ്പെട്ട പള്ളിയായ പുത്തൻപള്ളിക്ക് സമീപമാണ് അദ്ദേഹത്തിന്റെ തറവാട് വീടായ തട്ടിൽ കുടുംബമുള്ളത്. ഇവിടുത്തെ 10ാമത്തെ പുത്രനായാണ് റാഫേൽ തട്ടിൽ ജനിച്ചത്. അവിടെ നിന്ന് നിർധനമായ കുടുംബമായിരുന്നു, കച്ചവട കുടുംബമായിരുന്നു. പിന്നീട് അവിടെ നിന്നാണ് അദ്ദേഹം വളർന്ന് തൃശ്ശൂരിൽ നിന്ന് തന്നെ പഠിച്ച് വൈദികനായി പിന്നീട് ഇപ്പോൾ സിറോ മലബാർ സഭയുടെ അധ്യക്ഷനായി ഇപ്പോൾ മാറിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിന്റെ സഹോദരൻ നമ്മളോടൊപ്പമുണ്ട്. ഈ ഒരു നേട്ടത്തിൽ ഈ ഒരു എന്താണ് തോന്നുന്നത്? വളരെയേറെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. ഇത്രയും വലിയൊരു സ്ഥാനലബ്ധിക്ക് ഞങ്ങളുടെ ഒരു സഹോദരൻ പ്രാപ്തനാണെന്ന് വന്നപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ ഒരു ദൈവാനുഗ്രഹമാണ്. സാധാരണക്കാരനായ ഒരു കുടുംബാംഗമാണ് അദ്ദേഹം. സാധാരണക്കാരൻ, മനുഷ്യൻ്റെ വേദനകളും വേവലാതികളും കൈവച്ച് തൊട്ട് അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പറയണ്ട, അതായത് എൻ്റെ ബുദ്ധിമുട്ടോ പ്രയാസമോ പറയണ്ട, മുഖത്തുനിന്ന് വായിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. കാരണം അത്രയുണ്ട്. ഇവിടുത്തെ നിർധനായിട്ടുള്ള തൊഴിലാളികളുടെ കൂടി അവരുടെ കൂടി ചെറുപ്പത്തിൽ കൈയിട്ട് വളർന്ന് ജീവിച്ചത് അച്ഛനായതിന് ശേഷം നടക്കാൻ വരുമ്പോൾ ഇവരൊക്കെ കൂടും. അന്നും അവർ ചോലിൽ കൈവച്ചിട്ട് നടക്കും. പുത്തൻപള്ളി ആണ് ആളുടെ ഏറ്റവും വലിയ ഇത്. എനിക്ക് തോന്നുന്നത് ഈ വളരെ അടുത്ത ദിവസം ആൾ പുത്തൻപള്ളിയിലേക്ക് എത്തും. പൗരോഹിത്യ ജീവിതം തുടങ്ങുന്നതും തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. തൃശ്ശൂർ 80-ലെ പട്ടം സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് അരനാട്ടരപ്പള്ളിയിൽ വികാരിയായി, കൊച്ചച്ഛനായിട്ട് കുണ്ടുകുളം പിതാവിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് അരമനയിൽ കൂടി. അവിടുന്ന് റൂമിൽ പഠിക്കാൻ പോയി. 87 തിരിച്ചെത്തിയിട്ട് ആൾ ഇവിടെ കുറച്ച് നാൾക്ക് ജോലിയൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോഴാണ് തുങ്കുഴി പിതാവിൻ്റെ ഒരു ആശയം, മേരി മാതാ മേജർ സെമിനാരി എന്നുള്ള ആശയം വന്നത്. അതിലേക്ക് ആൾ നിയോഗിതനായി. അന്ന് കല്ലും മണ്ണും നിറഞ്ഞൊരു മലയായിരുന്നത്. അതൊക്കെ കൊണ്ടുവന്ന് നടന്ന് ഇന്ന് കാണുന്ന 25 വർഷമെത്തി ആൾക്ക് അതിൻ്റെ ജൂബിലിക്ക് പോയപ്പോൾ പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞു.
അപ്പോൾ അതാണ് വലിയ സന്തോഷമാണ് കുടുംബങ്ങൾക്കും. കാരണം അവരുടെ കുടുംബാംഗങ്ങൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ സഹോദരനാണ് റാഫേൽ തട്ടിൽ. അപ്പോൾ ഇതൊരു വലിയൊരു സ്ഥാനം തേടിയെത്തുമ്പോൾ ആ കുടുംബാംഗങ്ങളും അത്രയധികം സന്തോഷം നമ്മളോട് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഗോകുൽ. നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലിന്റെ തറവാട്ട് വീട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നാണ് അജീഷ് ജയകുമാർ ചേർന്ന് കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒക്കെ ഏറെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് പുതിയ നിയോഗത്തെ കാണുന്നത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല. RSSന്റെയും BJPയുടെയും ചടങ്ങാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ്. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഏതായാലും ഏറെ നാളത്തെ അവ്യക്തതയ്ക്ക് ശേഷം അതിലൊരു തീരുമാനമായിരിക്കുന്നു. സോണിയാഗാന്ധി വ്യക്തിപരമായ നിലയിൽ പങ്കെടുക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഔദ്യോഗികമായി പങ്കെടുക്കുന്നില്ല എന്നൊരു വിശദീകരണം നൽകി ആ വിഷയത്തെ അങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള ആലോചനകളും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നാണ് ഈ അയോധ്യയിലേക്കില്ല എന്നൊരു നിലപാടിലേക്ക്, ഉറച്ച തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. ഗോകുൽ, ഈ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ലഭിച്ച ക്ഷണം അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കായിരുന്നു വഴിവെച്ചത്. ദിഗ്വിജയ് സിംഗ് ആദ്യഘട്ടത്തിൽ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നത് ഈ ചടങ്ങിൽ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് പകരം മറ്റൊരു പ്രതിനിധിയോ പങ്കെടുക്കുമെന്നുള്ളതായിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിനകത്തെ കക്ഷികൾ തന്നെ പലതരത്തിലുള്ള അതൃപ്തികൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചു. അത് പരോക്ഷമായും പ്രത്യക്ഷമായും പ്രകടമായിരുന്നു. തുടർന്ന് കേരളത്തിൽ പോലും ഈ വിഷയത്തിൽ കോൺഗ്രസ് അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. മുരളീധരൻ നേരിട്ട് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ ഈ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന കാര്യം ധരിപ്പിച്ചതായി തന്നെ അദ്ദേഹം പ്രതികരിച്ചു. ഒപ്പം KPCC അധ്യക്ഷൻ K സുധാകരനും പറഞ്ഞത് തങ്ങളോട് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം ചോദിച്ചാൽ തങ്ങൾ നിലപാട് വ്യക്തമാക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെയും പ്രതികരണം. സമസ്ത മുഖപത്രം പോലും കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിലെല്ലാം ഒടുവിലാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായി ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അത് ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ RSS BJPയുടെ ഒരു ചടങ്ങാണ്. രാഷ്ട്രീയമായി മുതലെടുക്കുവാൻ വേണ്ടി, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി BJP നടത്തുന്ന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വവും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് BJPയുടെ കെണിയിൽ കോൺഗ്രസ് വീഴില്ല എന്നുള്ളതായിരുന്നു സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ആ ഒരു കാര്യത്തിൽ കോൺഗ്രസ് ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് കോൺഗ്രസിന്റെ തീരുമാനത്തിനെ വിമർശിച്ച BJP നിന്നും അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. കോൺഗ്രസ് ഇന്നെടുത്ത തീരുമാനം അത് തെറ്റായിരുന്നു എന്ന് നാളെ തോന്നും എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ നിമിഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചകൾക്കായിരുന്നു വഴിവെച്ചത്. പ്രധാനമായും കോൺഗ്രസിൽ സോണിയാഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും അധിർ രഞ്ജൻ ചൌധരിക്കുമായിരുന്നു ക്ഷണമുണ്ടായിരുന്നത്. എന്തായാലും ഈ ചടങ്ങിൽ ഇപ്പോൾ ഇവരാരും, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ആരും പങ്കെടുക്കില്ല എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഗോകുൽ. ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന നിലപാട് വന്നിരിക്കുന്നു. ഉറച്ച തീരുമാനം അവർ വ്യക്തമാക്കിയിരിക്കുന്നു. KC വേണുഗോപാലിന്റെ പ്രതികരണത്തിലേക്ക്. സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞല്ലോ. ആ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ടത് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ അനുസരിച്ച് നിൽക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ ബഹുമാനം കൃത്യമായിട്ടും വ്യക്തമാക്കുന്നതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഈ പരിപാടി രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കേളികൊട്ടലാണ്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്ത് മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് അപകടകരമായ രീതിയിൽ മത്സര ഓട്ടം നടത്തിയ 2 ബസ്സുകൾക്കെതിരെ കേസ്. ബാലുശ്ശേരി കോഴിക്കോട് റൂട്ടിലോടുന്ന അനുഗ്രഹ, ഷാൻ എന്നീ ബസ്സുകൾക്കെതിരെയാണ് നടപടിയെടുത്തത്. സമീർ C മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, എന്നായിരുന്നു ഈ മത്സര ഓട്ടം? അതോ ഇതൊരു സ്ഥിരം കാഴ്ചയാണോ അവിടുത്തെ? ഗോകുൽ, കോഴിക്കോട്ട് സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സരോട്ടം ഒരു നിത്യസംഭവമാവുകയാണ്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുകയും പിന്നീട് അത് ഈ ബസ് ജീവനക്കാർ തമ്മിലുള്ള കൂട്ടയടിയിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള അക്രമ സംഭവത്തിലേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ വിഷയത്തിൽ ഇപ്പോഴും 5 പേർ ഒളിവിൽ കഴിയുകയാണ്. ഇതിനിടയിലാണ് ഇന്ന് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ബാലുശ്ശേരി കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന അനുഗ്രഹ, ഷാൻ എന്നീ ബസ്സുകൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കാക്കൂർ പോലീസാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇവർ സ്റ്റാൻഡിൽ നിന്ന് അവിടെ ബാലുശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള മത്സരോട്ടമായിരുന്നു. 2 വഴിയിലൂടെയാണ് ഈ ബസ്സുകൾ പുറത്തിറക്കി ഇറങ്ങിയത്. പിന്നീട് മത്സരോട്ടം തുടരുകയും 2 ഇടങ്ങളിൽ വെച്ചുകൊണ്ട് ഉരസുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ വാഹനങ്ങൾ ഉരസിയ ഒരു സാഹചര്യത്തിലാണ് അതിൽ ഭീതിയിലായ യാത്രക്കാർ
പോലീസ് കൺട്രോൾ റൂമിലും ഒപ്പം തന്നെ കാക്കൂർ പോലീസിലും വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി ഈ 2 ബസ്സുകളും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ ബസ് ജീവനക്കാരായ ഡ്രൈവർമാരായ 2 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം എന്നുൾപ്പെടെയുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്തുകൊണ്ട് പോലീസ് മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട്. കൂടുതൽ നടപടി ഉണ്ടാകും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ശക്തമായിട്ടുള്ള പരിശോധന തുടർ ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഗോകുൽ. ശരി സമീർ, ഏതായാലും യാത്രക്കാരുടെ ജീവന് പോലും വിലവെക്കാതെയുള്ള മത്സര ഓട്ടത്തിലാണ് കോഴിക്കോട്ട് സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി. 2 ബസ്സുകൾക്കെതിരെ, കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിലോടുന്ന 2 ബസ്സുകൾക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക്. തൃശൂർ IS കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. തൃശൂർ സ്വദേശി സഹീറാണ് മണ്ണാർക്കാട് നിന്ന് NIA പിടിയിലായത്. നേരത്തെ അറസ്റ്റിലായ IS ഭീകരൻ ആഷിഫിനെ ഒളിവിൽ കഴിയാൻ സഹീർ സഹായിച്ചെന്നാണ് NIA കണ്ടെത്തൽ. S ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. തൃശൂർ കേന്ദ്രീകരിച്ച് ISന്റെ കേരള മൊഡ്യൂൾ സ്ഥാപിച്ച് നിരവധി സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടു, യുവാക്കളെ അതിലേക്ക് റിക്രൂട്ട് ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ ആഷിഫ് എന്നയാളെ, തൃശൂർ സ്വദേശി ആഷിഫ് എന്നയാളെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. ആഷിഫിനൊപ്പം മറ്റ് 4 പേർ കൂടി പിടിയിലായിരുന്നു. ഇവർക്ക് ഒളിവിൽ കഴിയാനുള്ള സഹായം ചെയ്തു നൽകി എന്നുള്ളതാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള സഹീറിനെതിരായ കുറ്റം. സഹീറിനെ, തൃശൂർ സ്വദേശിയാണ് ഈ സഹീറും. സഹീറിനെ മണ്ണാർക്കാട് നിന്നാണ് NIA സംഘം അറസ്റ്റ് ചെയ്തത്. ഇന്ന് ഇപ്പോൾ നിലവിൽ കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിൽ ഇയാളെ ഹാജരാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സഹീറിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. കൂടുതൽ ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം സഹീറിന്റെ ചോദ്യം ചെയ്യലിലൂടെ പുറത്തു വരുമെന്നാണ് NIA വ്യക്തമാക്കുന്നത്. ശരി, S ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലെ IS കേസുമായി ബന്ധപ്പെട്ടാണ് ഒരാൾ കൂടി മുമ്പ് പിടിയിലായ IS ഭീകരൻ ആഷിഫിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച സഹീറാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കാസർഗോഡ് ബദിയടുക്കയിൽ വയോധികനെ പഞ്ചായത്ത് സെക്രട്ടറി മർദ്ദിച്ചുവെന്ന് പരാതി. ബദിയടുക്ക പഞ്ചായത്ത് സെക്രട്ടറി രാജേന്ദ്രനെതിരെയാണ് പരാതി. വ്യാപാര സ്ഥാപനത്തിൽ പിഴ ഈടാക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ പഞ്ചായത്തിലെത്തിയപ്പോഴാണ് സംഭവം. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, എപ്പോഴാണ് ഈ സംഭവം നടക്കുന്ന? ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായിരുന്നു ഇങ്ങനെ ഒരു വയോധികനോട് ഇങ്ങനെ പെരുമാറാനുണ്ടായൊരു സാഹചര്യം? ഗോകുൽ, ഈ പരാതിക്കാരനായിട്ടുള്ള അബ്ദുറഹ്മാന് ഒരു വ്യാപാര സ്ഥാപനമുണ്ട്. ബദിയടുക്കക്ക് സമീപം നീർച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്താണ് വ്യാപാര സ്ഥാപനം. അവിടെ ഈ സ്ഥാപനത്തിനെതിരെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഒരു പിഴ നോട്ടീസ് നൽകിയിരുന്നു. അവിടെ ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞെന്നും സൂക്ഷിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്ത് അത്തരത്തിൽ നോട്ടീസ് നൽകിയത്. 10,000 രൂപയാണ് പിഴ ചുമത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ അബ്ദുൾ റഹ്മാന്റെ മകനും കൂടി ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ പഞ്ചായത്ത് ഓഫീസിലെത്തിയത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ സെക്രട്ടറിയുമായി ഇവർ തർക്കത്തിൽ ഏർപ്പെടുന്നു. ആ വാക്കേറ്റത്തിനൊടുവിലാണ് ഈ വയോധികനെ മർദ്ദിച്ചു എന്നതാണ് പറയുന്നത്. അതിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം വളരെ മോശമായി ഈ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള രാജേന്ദ്രൻ പെരുമാറുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ പിടിച്ചു തള്ളുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മർദ്ദിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ പോലീസിന് മുമ്പാകെ നൽകിയിട്ടുള്ളത്. ഈ അബ്ദുൾ റഹ്മാൻ ഇപ്പോൾ കാസർകോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയും തേടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പഞ്ചായത്ത് സെക്രട്ടറി അതിൽ പറയുന്നത് ബോധപൂർവം പഞ്ചായത്തിലെത്തി ഒരു പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു എന്നതാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം. എന്തായാലും അതിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്, അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് വയോധികൻ മുങ്ങി മരിച്ചു. 80 ഏക്കർ കോളനിയിലെ തങ്കരാജാണ് മരിച്ചത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഈ അപകടം നടക്കുമ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ? രക്ഷപ്പെടുത്താനൊന്നും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഗോകുൽ, ജോലി കഴിഞ്ഞ് തങ്കരാജും സുഹൃത്ത് പളനിസ്വാമിയും കൂടി ജലാശയത്തിലൂടെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. ശക്തമായ കാറ്റിൽ വള്ളം മറിയുകയായിരുന്നു. തുടർന്ന് ഇരുവരും ഒച്ചവെച്ചതനുസരിച്ച് നാട്ടുകാരെത്തി പളനിസ്വാമിയും അതോടൊപ്പം തന്നെ തങ്കരാജിനെയും കരക്കെത്തിച്ചെങ്കിലും തങ്കരാജന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈ അപകടത്തിൽ പരിക്കേറ്റ് പളനിസ്വാമിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഗൂഗിൾ. ശരി, ഇടുക്കി ആനയിറങ്കൽ തടാകത്തിലാണ് തൂണി മറിഞ്ഞ തങ്കരാജ് എന്ന വയോധികൻ 80 ഏക്കർ കോളനിയിലെ സ്വദേശിയായ തങ്കരാജ് മരിച്ചത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പൂവച്ചൽ കുറകോണത്ത് പുലിയെ കണ്ടതായി സംശയം. രാവിലെ ജോലിക്കെത്തിയ നാട്ടുകാരാണ് പുലിയെ കണ്ടതായി പറയുന്നത്. അഗസ്ത്യ വനത്തോട് ചേർന്നുള്ള പ്രദേശമാണെന്ന്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തും ഉടൻ തന്നെ. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഈ പ്രദേശത്ത് നേരത്തെ ഈ വന്യമൃഗങ്ങളുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇടമാണോ, അതല്ല ഇതൊരു പുതിയ സംഭവമാണോ അവിടെ?
ഗോകുൽ, ഇവിടെ നേരത്തെയും ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നൊരു ആരോപണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് ഇങ്ങനെ പുലിയെ കണ്ടതായി വിഷയം പറയുന്നത്. രാവിലെ ജോലിക്ക് വന്ന ഒരു തേങ്ങാവെട്ടത്ത് ജോലിക്ക് വന്ന ഒരു നാട്ടുകാരൻ ശിവകുമാർ എന്ന ആളാണ് ഇത്തരത്തിൽ പുലിയെ കണ്ടതായി പറയുന്നത്. അതിനുശേഷം സമീപത്ത് കുറച്ച് തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ കാര്യം പറഞ്ഞു. പിന്നീട് പഞ്ചായത്തിനെ അറിയിച്ചു. പഞ്ചായത്ത് ഉടൻ തന്നെ ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞു. ഇതൊരു അഗത്യാവനത്തിനോട് ചേർന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നേരത്തെ പുലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആരോപണം. പിന്നീട് ഈ വനം വകുപ്പിനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചു. വനം വകുപ്പ് വന്ന് പരിശോധന നടത്തി. വനം വകുപ്പ് പരിശോധന നടത്തിയതിനു ശേഷം പുലിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ക്യാമറയിൽ കൂടും സ്ഥാപിക്കാൻ കഴിയൂ എന്നൊരു നിലപാടാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതായത് അതിന് കാരണം എന്ന് പറയുന്നത് ഇത് പുലിയാണ്. തിരുവനന്തപുരം പൂവച്ചൽ കുറകോണത്താണ് പുലിയെ കണ്ടതായുള്ള സംശയം. വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. ഏതായാലും ഉടൻ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുമെന്നാണ് ഹരികൃഷ്ണൻ നൽകുന്ന വിവരം. തൃപ്പൂണിത്തുറയിൽ ഇരുമ്പ് പാലത്തിന്റെ വശം തകർന്നു. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന് പുറകുവശമുള്ള ഇരുമ്പ് പാലത്തിന്റെ വശമാണ് തകർന്നത്. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഈ യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന ഒരു സാഹചര്യമുണ്ടോ? ഗൂഗിൾ, പാലത്തിലൂടെയുള്ള കാൽനട യാത്രക്കാരുടെ സഞ്ചാരം നിരോധിച്ചിട്ടുണ്ട്. നിലവിൽ പാലം അടച്ചിടുകയും ചെയ്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ ക്ഷേത്രത്തിന് പുറകുവശമുള്ള ഇരുമ്പ് പാലത്തിന്റെ ഒരു വശമാണ് തകർന്നു വീണത്. ഈ പാലം തകരുന്ന സമയത്ത് ആരും പാലത്തിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അധികൃതർ സ്ഥലത്തെത്തി പാലത്തിലൂടെയുള്ള ഗതാഗതം തടയുകയും പാലം അടച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ, ശരി. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള ഇരുമ്പ് പാലത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണ. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഏതായാലും ആ സമയത്ത് പാലത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. യാത്രക്കാരെന്നത് കൊണ്ട് അപകടം ഒന്നും ആർക്കും സംഭവിച്ചിട്ടില്ല. പക്ഷേ നിലവിൽ ആ പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നു. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.